സാധനം. നിന്റെ ഒരു കാലിന്റെ അത്ര വലിപ്പമുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഷ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഞാനിവിടെ ജോബിനുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ചെറിയൊരു ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഉടുപ്പിൽ നിന്നൊക്കെ വന്നിട്ട് ചേറുമീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയില്ല. അപ്പം നമ്മൾ ഒരു ചേറുമീനെങ്കിലും പിടിക്കാതെ കുറേ നാൾ നമ്മൾ കഴിച്ചു കൂട്ടുന്നത് എങ്ങനെ നമുക്ക് തന്നെ അറിയാം, ഭയങ്കര പാടാണ്. അപ്പം ഒരു ചേറുമീനോ വരാലോ എന്തെങ്കിലും പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. ഈ പറമ്പിൻ്റെ അപ്പുറമാണ് ഇവിടെ ജോബിൻ്റെ വീട്. അപ്പം നമ്മളിത് ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പയ്യെ ഇറങ്ങി നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മീൻ വല്ലതും കിട്ടുമോ നോക്കാം. നമ്മൾ ഇന്ന് മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ കണ്ടത്തിലും തോട്ടത്തിലൊക്കെ വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ഫ്രൈ ആക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്പോട്ടിലോട്ട് പോകാം. നമ്മളപ്പോൾ ഈ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ അവിടെ നിന്നാണ് എറിയാൻ പോകുന്നത്. വലിയ താഴ്ചയുള്ള വെള്ളമൊന്നുമില്ല, ഏകദേശം ഒരു 2 അടിയൊക്കെ വെള്ളമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും വരാലായിരിക്കും കിടക്കാൻ ചാൻസ് ഉള്ളത്. നമ്മുടെ ഇടതുവശത്തെ കണ്ടത്തിൽ കൊയ്ത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു നോയ്സ് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് വരാലിനെ പിടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. വരാൽ പിടിക്കാനായിട്ട് അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഷിമാനോ സെഡോണ 5000 എന്ന് പറയുന്ന റീലാണ്. ഇതിൻ്റെ ആവശ്യമില്ല വരാൽ പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 0.28 mm ലൈൻ, അതായത് നമുക്ക് മാക്സിമം കാസ്റ്റിംഗ് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പെൻ സ്ക്വാഡ്രൺ 7 ഫൂട്ട് റോഡാണ്. 7 ഫൂട്ട് റോഡ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പറയാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്പിൻ്റെ ഇടയ്ക്കാണ് എറിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 7 ഫൂട്ട് ആണെങ്കിൽ നമുക്ക് കൃത്യം ഉണ്ടോ, നമുക്ക് ആക്യുറസി കിട്ടും. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പഠിക്കേണ്ടത് എങ്ങനെയാണ് റോഡും റീലും കയ്യിൽ പിടിക്കുന്നതെന്നാണ്. അപ്പം റോഡ് റീലും കയ്യിൽ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു റോഡ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ റീൽ ഫിക്സ് ചെയ്ത റോഡ് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് പിടിക്കേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബാലൻസിങ് ആണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പിടിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ സെൻറ്റർ ഓഫ് മാസ് വ്യത്യാസം വരും. പക്ഷേ നമ്മൾ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ്. ഇങ്ങനെ പിടിച്ചാലുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെയിലിലെ നൂല് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക, നമുക്ക് ഒരിക്കലും നൂല് കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബെയിൽ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ നമുക്ക് നൂലെടുക്കാം. നമ്മൾ കാസ്റ്റ് ചെയ്യുന്നപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റീലിൻ്റെ ഡ്രാഗാണ്. അപ്പോൾ ഡ്രാഗ് നോബ് ഇതുണ്ടോ, ഇതിപ്പം ഫുൾ ഡ്രാഗ് നമ്മൾ ലൂസാണ്. അപ്പോൾ ഒരിക്കലും ഇത്രയും ഡ്രാഗ് ഇട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാതിരിക്കുക. വരാലും ചെറുമീനൊക്കെ ആണെങ്കിൽ ഒരു ഇത് കൊണ്ടാണ് നല്ല ശക്തിക്ക് വലിച്ചു കഴിഞ്ഞാൽ ഡ്രാഗ് ലൂസാകുന്ന രീതിയിലൊരു ഡ്രാഗ് ഇടുക. സിമ്പിളാണ്. ഇതെടുത്ത് കയ്യിലേക്ക് പിടിക്കുക. ഇനി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ റോഡിനെ ബെൻഡ് ചെയ്ത് എറിയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ കൈ അങ്ങ് വിടുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് എറിഞ്ഞെറിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സൈഡിൽ മീൻ കാണും. നമുക്കിതുപോലത്തെ സ്പോട്ട് കണ്ടുപിടിച്ച് പയ്യെ എറിഞ്ഞെറിഞ്ഞ് പോകാം. എന്താണെങ്കിലും മീൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒരെണ്ണമെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും പിടിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പുല്ലുണ്ട്, പായലുണ്ട്. ഇപ്പോൾ ഒരു 8 ഫീറ്റ് റോഡോ 9 ഫീറ്റ് റോഡാണ് നമ്മുടെ കൈ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ഒരിക്കലും എറിയാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരിക്കും. പക്ഷേ നമ്മുടെ 7 ഫൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എറിയാൻ പറ്റും. ഇനി അതിനെ മാക്സിമം സ്ലോ ആയിട്ട് റിട്രൈവ് ചെയ്യുക. ഇതിനടിയിൽ മീൻ നിൽപ്പുണ്ടെങ്കിൽ ഈ അനക്കം കേട്ട് വന്ന് അതിന് സ്ട്രൈക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്ത് വേണം നമ്മളെപ്പോഴും റിട്രൈവ് ചെയ്യാൻ. അപ്പോൾ എവിടെ നിന്നാണ് സ്ട്രൈക്ക് വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇൻ കേസ് ഇനി മീൻ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം ഉടനെ തന്നെ ഹുക്കപ്പ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ചേറുമീനോ അല്ലെങ്കിൽ വരാലോ ആണെങ്കിൽ ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മീൻ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ഹുക്കപ്പ് ചെയ്യുക. അതെന്തുകൊണ്ടാണ് നമ്മൾ മീൻ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ മീൻ അടിച്ചാൽ വായിലല്ലോ ആയിരിക്കും, അറ്റത്തല്ലോ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹുക്ക് ചെയ്ത് മീൻ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അടിക്കത്തില്ല. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ മീൻ ഹേർട്ട് ആകത്തില്ല. ഇപ്പോൾ ഇൻ കേസ് മിസ്സായപ്പോൾ രണ്ടാമത് മീൻ ഉറപ്പായിട്ട് അടിച്ചിരിക്കും കേട്ടോ. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പോകാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ഇതിനകത്തേക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്തോട് ചെറുതായിട്ട് വെള്ളം കയറി കിടപ്പുണ്ട്. അപ്പോൾ ഇതിനടിയിൽ മീൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ചേർത്തെറിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ പിടിക്കുന്നതാണ് സ്ഥിരം. വരാൽ അൺഎക്സ്പെക്റ്റഡ് ക്യാച്ച് ആയിരുന്നു. ഇവിടെ കൊയ്ത്ത് നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും, പക്ഷേ അൽപ്പൊളി. മീൻ അടുത്ത് കാണിച്ചാൽ ശരിക്കും കാണിച്ചാൽ പറക്കാം. എടുക്ക്, സാധനം എടുക്ക്.
ഒന്ന് മച്ചാമാരെ നമ്മള് ക്യാമറ ഒന്നും റെക്കോർഡിങ്ങും അല്ലായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ജോബിന് ഒരു പുഴു കടിച്ചു കേട്ടോ. അപ്പൊ ജോബിനെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ജോബിൻ ഷട്ടൊന്നും ഇടാൻ നിൽക്കുവാണ്. ജോബിന് ഇപ്പൊ ഫ്രെയിമിൽ കാണിക്കാൻ പറ്റത്തില്ല. ചുമ്മാ സൈഡിലോട്ട് എടുത്തൊരു കാടിനകത്തോട്ട് ചുമ്മാ എടുത്ത് ഇട്ടതാണ്. അടിച്ച മീനിനെ കാണിച്ചിട്ടുണ്ടോ? എന്നാ വെട്ടാണോ വെട്ടുന്നത്? ഇവന് ചേർമീൻ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുമോ? അമ്മറ ഒരു ചേർമീൻ. നമുക്ക് വെറൈറ്റി മീൻ പിടിക്കാൻ തന്നെയാണ് താല്പര്യം. പിന്നെ എന്ത് മീൻ പിടിച്ചാലും ചൂണ്ടിടുന്ന ഒരാൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത്ര വലിയ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആണോ? എന്റെ പൊന്നടിയാ, കിട്ടുമെന്ന് നീ പറയുകയും ചെയ്തു. എന്നാ വെട്ടാണ് കിട്ടിയത്? എന്നാ വെട്ടാ വെട്ടിയെന്ന് അടി. ഇതൊന്ന് കൈ പിടിച്ചിരിക്കുന്നത് വീട്ടിൽ എടുക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇതിന് ചേർമീൻ എന്ന് പറയും. കുറച്ചും കൂടെ അങ്ങോട്ട് മാറി ചേറാൻ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ ഇതും ശരിക്കും വരാൻ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പിടിച്ച മീൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അതിന് ഇതുപോലത്തെ ഒരു ഷേപ്പും അല്ല. ഷേപ്പ് ഏകദേശം സെയിം ആണെങ്കിൽ പോലും കളർ വ്യത്യാസമുണ്ട്. നിന്റെ ഒരു കാലിന്റെ അത്ര വലിപ്പമുണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത് അന്യായമാ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.25 കിലോ. മതി. 1.70 1.700 കാണുമായിരിക്കും. പിടിക്ക് എടാ, ഇനി ഞെക്കി കൊല്ലരുത്. എങ്ങനെ പിടിക്കുന്നേ? ഫോട്ടോ എടുക്കാൻ അങ്ങനെ പിടിക്കുന്നത്? അടി വരുന്നുണ്ടോ പറയാ. അപ്പൊ നമ്മള് മീനിനെ കുക്ക് ചെയ്യാനുള്ള പോക്കാണ്. നിങ്ങൾ കണ്ടല്ലോ, ജോബിൻ പാൻറ്റൊക്കെ മാറി വന്നു. ജോബിൻ പാൻറ് മാറി വന്നതല്ല, അതേ നമ്മുടെ ചാനലിന് ടീഷർട്ട് ജോബിൻ ഒരെണ്ണം കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അന്ന് നിങ്ങൾ വീഡിയോ എടുത്തപ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാമായിരിക്കും, ഭയങ്കര രാത്രിയായിരുന്നു. അപ്പം നമ്മൾ നേരെ ജോബിൻ്റെ വള്ളത്തിൽ, ജോബിൻ സ്വന്തമായിട്ട് വള്ളമൊക്കെ വന്നതാണ് കേട്ടോ. സെക്കൻഡ് ഇയർ ഇട് ഗൈസ്. അപ്പം ഞാൻ ഇവിടുന്ന് പയ്യെ നടന്ന് അവിടെ ചെല്ലുന്ന സമയം കൊണ്ട് ജോബിൻ അവിടെ എത്തും. ആദ്യം ചെല്ലും നോക്കാലോ. ജോബിൻ്റെ പറപ്പിക്കും. ഇവിടുന്ന് എങ്ങനെ കയറുമോ? ഇച്ചിരി സ്ലോപ്പ് ആയിട്ട് കിടക്കണം. പക്ഷെ എളുപ്പമല്ലേ, ഇവിടുന്ന് കയറുന്ന എളുപ്പമല്ലേ. ഇനി ജോബിന്റെ പണിയായതും. ഫൈനലി ഞാനും കയറിയിരിക്കുകയാണ്. തോടിന്റെ നടുക്കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോവാണ്. നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരത്തെ ഈവനിങ് ലൈറ്റും അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല ചിറയൊക്കെയാണ്. അപ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പി ഇറങ്ങിയാണ്. നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് മീനിനെടുത്ത് നമ്മൾ വെട്ടി ശരിയാക്കി കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി കണ്ടുപിടിച്ച സ്ഥലം ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, മേളിലേക്ക് നല്ല സൂപ്പർ വ്യൂ ഒക്കെയാണ്. അപ്പോൾ ജോബിൻ്റെ വള്ളം സൈഡിലോട്ട് പാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിർത്തിയിട്ട് ഇവിടേക്ക് സൈഡിലോട്ട് ചേർത്തിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വരും. അപ്പോൾ നമ്മൾ മീൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. ആദ്യമേ നമുക്ക് ഇതിൻ്റെ ചെതുമ്പിലൊക്കെ കളയാം. ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുണ്ട്, എന്നാലും നമ്മുടെ കത്തി പൊളിയാണ് കേട്ടോ. നമുക്കെന്താണെങ്കിലും തൊലി ചെത്തി കളയാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം അത് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ സൈഡ് നല്ല അടിപൊളിയായിട്ട് ചെതുമ്പിൽ കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ലെവലിലുള്ള ചെറിയ വേറെ ഏത് കത്തിയാണല്ലോ ഒടിഞ്ഞു പോകാനേ. അത്രയ്ക്ക് ബലം ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെതുമ്പലൊക്കെ നല്ല വൃത്തിയായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചിറകും അതുപോലെ എല്ലാം മുറിച്ച് കളയാവേ. ഇനി നമുക്ക് അതുപോലെ തന്നെ മേളിലത്തെ ചെതുമ്പൽ കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതിൻ്റെ ചെതുമ്പലും ചിറകും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തല പയ്യെ കട്ട് ചെയ്ത് കളയാവേ.
കണ്ടല്ലോ, നമ്മളവൻ്റെ തല കട്ട് ചെയ്തെടുത്തിരിക്കുവാണ്. നമ്മളിനി പയ്യെ വയറ് കണ്ടിക്കുവാണ് കേട്ടോ. ഇതുണ്ടോ? വേറെ ഈ മീനിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളിത് ശ്രദ്ധിച്ചാൽ അറിയാം, കത്തി പോകുന്നുണ്ടോ ഇടം വരെയാണേ. ഇതുണ്ടോ, ഇതുണ്ടോ, ഇവിടം വരെ ഇതുണ്ട്, വാലിൻ്റെ അറ്റം വരെ ഇതിന് വയറുണ്ട്. ഇത് ഇവിടം വരെ വയറുണ്ട്. അപ്പം ഈ ഒരു വലുപ്പത്തിൽ ഒതുങ്ങുന്ന എല്ലാ മീനുകളെയും ഇത് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ വയറ്റിൽ അധികം വേസ്റ്റ് ഒന്നുമില്ല. അതായത് ഈ മീൻ അധികം ഫുഡൊന്നും അധികം കഴിച്ചിട്ടില്ല. ചുമ്മാ അതെല്ലാം നമ്മുടെ തവള വീണപ്പോളെ കയറി അടിച്ചിട്ടുണ്ട്. വയറ്റിലൊന്നുമില്ല. ഇത് നമുക്ക് വയറിനകത്തുള്ളതെല്ലാം എടുത്ത് കളയാമേ. കണ്ടോ, കണ്ടല്ലോ, നമ്മൾ മീൻ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകിയതിന് ശേഷം നമുക്ക് ഇനിയും കുറച്ച് ചെതുമ്പലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്ക് കളയാം. നമുക്ക് ഈ മീൻ തേക്കണം, പക്ഷെ നമുക്ക് തേക്കാനായിട്ട് വലിയ മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാത്രത്തിൻ്റെ അളവിന് മീനെ കട്ട് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ പാത്രത്തിലോട് ഈ 2 കഷ്ണം എടുത്തിട്ടിട്ട് ഈ ഒരു പീസ് സൈഡ് ഇരിക്കട്ടെ. നമുക്കിതിനെ ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇപ്പോൾ ഇത് ഉപ്പ് ഇതായി പിടിച്ചിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ വെച്ചിട്ട് നമ്മുടെ കത്തിക്ക് നന്നായിട്ട് വരയുക. ഇത് കണ്ടോ, അപ്പം കല്ലേലിട്ട് വരച്ച സെയിം എഫക്റ്റ് തന്നെയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കണ്ടോ, ഇതിൻ്റെ മുള്ളിനോട് ചേർന്ന് രക്തം കട്ട പിടിച്ചിരിപ്പുണ്ട്. ഇത് കണ്ടോ, അപ്പം നമ്മളതും കൂടെ കളയണം. മമ്മി എന്താണെങ്കിലും മീൻ വെട്ടാൻ നേരം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മീൻ വെട്ടുമ്പോൾ അതിനെ ഏറ്റവും വൃത്തിയാക്കി മീൻ വെട്ടണമെന്ന്. അങ്ങനെ നമ്മൾ മീൻ വെട്ടിക്കഴിഞ്ഞാൽ എല്ലാ മീനിനും തന്നെ ടേസ്റ്റ് വരും. ടേസ്റ്റ് പറഞ്ഞാൽ മീനുള്ള ടേസ്റ്റിനേക്കാളും നമ്മളിതിനെ കൂടുതൽ ക്ലീൻ ആക്കുമ്പോൾ ഉളുമ്പ് ചൊവയോ ഒന്നും കാണത്തില്ല. ഇത് കണ്ടോ, ഈ രക്തമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വറക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, അപ്പം നമുക്കിതിനെ കഴുകിയെടുക്കാവേ. അപ്പോൾ നമ്മൾ ഇത്ര എടുത്തേ കറി വെക്കുന്നുള്ളൂ, വറക്കുന്നുള്ളൂ. ബാക്കി ജോബും കൊണ്ടുപോയി പൊരിക്കോ കറി വെക്കോ? എന്നാ കളയുന്നേ? എന്നാ കറി വെക്കണോ? അവിടെ ചെന്നിട്ട് ടോസ് ഇട്ട് തീരുമാനിക്കട്ടോ ജോബിൻ. നമുക്കിനി നമ്മുടെ കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചേറുമീനെ നല്ലതായിട്ട് അടുപ്പിച്ച് നമുക്ക് നന്നായിട്ട് വരയാം കേട്ടോ. നമുക്കിനി അപ്പുറത്തെ വശം കൂടെ പറയാം. മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. എരിവിച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ഉപ്പ് കൂടിപ്പോകാതെ നോക്കണം, ഇത്രയും മതിയായിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. നമുക്കൊരു നാരങ്ങ കട്ട് ചെയ്തിട്ട് ഇതിലോട്ടങ്ങ് പിഴിയാം കേട്ടോ. നാരങ്ങ അതിലോട്ട് പിഴിഞ്ഞ് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുവാണ്, നന്നായിട്ട് നീറും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് ഇനി ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഉപ്പ് കൂടിയിട്ടൊന്നുമില്ല. പൊളി നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് വരഞ്ഞേക്കുന്നത്. അപ്പോൾ ആ വരഞ്ഞെടുത്തൂടെ എല്ലാം മസാല അങ്ങ് തേച്ച് വിടുക. കണ്ടല്ലോ, വരഞ്ഞതെല്ലാം നന്നായിട്ട് കയറി പോകണം, എന്നാലേ ഉള്ളൂ അതിന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഈ മീൻ വറുത്ത ഒരു 15 മിനിറ്റോടെ വൃത്തിയായിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ വെള്ളത്തിലെ ചെതുമ്പലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ ബാക്കി കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മീനയിൽ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജോബിൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. ജോബിനെ എടാ, നീ എൻ്റെ ഫിഷിംഗ് ഫ്രീക്സിൻ്റെ ഇത് ലോഗോ ടീഷർട്ട് ഇട്ടപ്പോൾ നിന്നെ കണക്ട് ലുക്കുണ്ട് കേട്ടോ. തകർത്ത് ഇവിടെ 2 ഉള്ളത് 2 ഇപ്പം എനിക്ക് തന്നിരിക്കുകയാണ്. 2 ജോബിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പുതിയ പ്രിന്റ് ചെയ്യണം ഇനി, അടുത്തതിന് പ്രിന്റ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിൽ ഈ സാധനം ഉടനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുപ്പൊക്കെ കത്തിക്കാവേ. അടുപ്പൊക്കെ കത്തിച്ച് നേരെ അടുപ്പിലോട്ട് വെക്കാം. കണ്ടല്ലോ, നമ്മുടെ വെള്ളമൊക്കെ വറ്റി പോകുന്നുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം മീൻ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. വള്ളത്തിനൊരു ചെരുവുണ്ട്, അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മളപ്പോൾ ഇരിക്കുന്ന സ്ഥലം കണ്ടോ, നമ്മുടെ തോടിൻ്റെ നടുക്ക് നമ്മളിതേ പോളയ്ക്കകത്ത് വള്ളം കയറ്റിയിട്ട് ഇവിടെ ഇരിക്കുവാണ്. നൈസാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ പുറകിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരി ദേശാടന പക്ഷികളും അങ്ങനത്തെ ഒത്തിരി കിളികൾ തിരിച്ച് എല്ലാവരും കൂട്ടിലേക്ക് പോകുന്ന സമയമാണ്. വളരെ നല്ലൊരു ആംബിയൻസ്, ഒരു രക്ഷയും. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാം. ആഹാ, തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ലൈറ്റ് ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അധികം സമയമൊന്നും വേണ്ട, ഇവനൊരു 10 മിനിറ്റ്. അപ്പോൾ മീൻ ഫ്രൈ ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് ഈ കുറച്ച് സവോള മീനകത്ത് ഇട്ട് കഴിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സവോളയൊക്കെ ചെത്തിയെടുക്കാം. ഞാൻ സാധാരണ ഇത്ര ആഡംബരങ്ങളായിട്ടൊന്നും വരാത്തില്ലാത്തതാണ്. അപ്പോൾ ജോബിൻ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സവോളയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. ആണെങ്കിലും നമുക്ക് മീൻ ഒന്ന് മറിച്ചിട്ട് നോക്കാം. എനിക്കറിയത്തില്ല ഇതിൻ്റെ എന്തോ ഒരു സിറ്റുവേഷൻ ആയെന്നൊന്നും. നമ്മുടെ ഈ കത്തിയൊന്നും ഇല്ല വേറെ. ഓ മാൻ, ഇല്ലില്ല. നോക്കിയേ ഗൈസ്, നോക്കിയേ നിങ്ങൾ. ഇത് ഒത്തിരി വെന്ത് ഒത്തിരി ഫ്രൈ ആകുന്നില്ല. നമ്മളൊരു ഷാലോ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അന്ന് പരിന്ത് കൊണ്ടുപോയല്ലോ ഉടുപ്പി വെച്ച്. നമ്മുടെ മീൻ വറുത്തതിൻ്റെ പരുവം നോക്കിയേ. ആ സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ഉറപ്പായിട്ടും കഴിക്കുന്നത്. ജോബിൻ എടാ ഒന്ന് നോക്കാം, സൂപ്പർ മണം വരുന്നുണ്ട് അല്ലേ? അടിപൊളി മണം വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലേ? അടിപൊളിയായിരിക്കും. ഓ മച്ചന്മാരെ, വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിക്കൻ മണം വരുന്നുണ്ട്. ഉടുപ്പിയിലൊക്കെ വെച്ച് കറി വെച്ച ആ മീൻ്റെ മീൻ്റെ മണം തന്നെ വരുന്നതല്ലേ? മീൻ കിടക്കുന്ന ഈ കാണുന്ന തോട്ടി കിടന്ന ഈ തോടിന്റെ അടിത്തട്ടി കിടന്ന മീനാണ് ഈ കിടക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ മീൻ നല്ല രസമായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പയ്യെ എടുത്ത് കണ്ടോ മറിക്കട്ടെ. സവാളം കൂടെ അരിഞ്ഞ് അങ്ങ് ഇടുവാണെങ്കിൽ കറിവേപ്പില പറഞ്ഞാണോ അല്ലേ? പൊളി സാധനം. സവാള വേറെന്തൊക്കെയോ ഷേപ്പിലായി പോയി. വേണ്ട നമ്മുടെ മീൻ. അപ്പോൾ ജോബിൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജോബിൻ ടേസ്റ്റ് ചെയ്തോ, വാലിൻ്റെ അറ്റത്തുനിന്ന് പിടിച്ചു. വാലാകുമ്പോഴേക്കും അധികം ചൂട് കുറവുണ്ട്. അടിപൊളി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ജോബിൻ ടേസ്റ്റ് ചെയ്യാണ്. ചൂടില്ല, ഇവിടെ ചൂടില്ല. അവിടെ ചൂടില്ല. നീ ഇച്ചിരി മയത്തിനൊക്കെ പിടി, എനിക്ക് കൊതി വരുന്നു. അടിപൊളി. കുറച്ച് സവോളയും കൂടെ എടുത്ത് ഇടിച്ചിട്ട്. ചൂടുണ്ട്. ചൂടുണ്ടോ? അകത്ത് ചൂടുണ്ട്. അകത്ത് ചൂടുണ്ടല്ലേ? കാണിച്ചു കാണിച്ചു. ക്യാമറ ഒന്ന് അടുപ്പിച്ച് കാണിച്ച് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ആൾക്കാരൊന്ന് കാണിച്ചോട്ടെ. പോളി പോളി. കഴിച്ചോ. അടിപൊളി. ഉപ്പ് കൂടിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ഉപ്പ് കൂടിയിട്ടാണെന്ന് തോന്നുന്നില്ല, കൂടിയിട്ടുണ്ടോന്ന് തോന്നുന്നില്ല. കറക്റ്റാ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. ഇത് ഫ്രഷ് വാട്ടർ മീനായോണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു വേറൊരു ടേസ്റ്റ്. ടേസ്റ്റ് ഉണ്ടല്ലോ. അതേപോലെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. നല്ല ചൂടാണ്, പക്ഷെ വായിൽ ടൈം നടക്കുമെന്ന് വിചാരിക്കാം. പറയാനുള്ളതൊക്കെ ജോബിൻ പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ എന്താണ് ഇത് കഴിച്ചു തീർത്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. മെയിൻ പിടുത്തം തുടങ്ങുവാണ്. നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ചൂട്